ഫെബ്രുവരി 9 തിയേറ്ററുകളിൽ റിലീസായി അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ചിത്രം മാർച്ച് 8 നെറ്റ്ഫ്ലിക്സിൽ വരുന്നത്. ജിനുവി അബ്രാഹം തിരക്കഥ എഴുതിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ഡാർവിൻ കുര്യാക്കോസ് ആയിരുന്നു. ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് തിയേറ്ററുകളിൽ ലഭിച്ചത്. ഒരു സ്ലോ മോഡിൽ പോകുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഈ ചിത്രം. ചിത്രത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെയല്ല, ഇത് 2 ക്രൈം സ്റ്റോറീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ക്രൈം സ്റ്റോറിയും രണ്ടാമത്തെ ഹാഫിൽ വേറൊരു ക്രൈം സ്റ്റോറിയുമാണ്. ഒട്ടും തന്നെ നമ്മൾ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ മേക്കിംഗ് എന്ന് വേണം പറയാനായിട്ട്. സബ് ഇൻസ്പെക്ടർ ആനന്ദ് നാരായൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ടൊവിനോ തോമസ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൊവിനോ തോമസ് മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു പോലീസ് വേഷം കൂടിയാണ് ഈ ചിത്രത്തിലെ എന്ന് വേണം പറയാനായിട്ട്. അവസാനമൊക്കെ ഈ ചിത്രത്തിൽ നല്ല ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ചിത്രം എന്തായാലും OTT വരുമ്പോൾ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. February 11 റിലീസായ എബ്രാഹം ഓസ്ലർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിൽ വരുന്നത് മാർച്ച് 20 ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി ദ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞ മൂവി വരുന്ന മനോരമ മാക്സിലാണ് മാർച്ച് 7 രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡാർക്ക് ഫാന്റസി ഹൊറർ ത്രില്ലർ ആയിട്ടുള്ള ബ്രഹ്മയുഗത്തിന്റെ OTT റൈറ്റ്സ് അപ്പം നേടിയിരിക്കുന്നത് സോണി ലിവ് ആണ്. അതിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. തിയേറ്ററിൽ വന്ന ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇപ്പൊ പെട്ടെന്നൊന്നും OTT വരാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ തെലുങ്ക് വെർഷൻ റിലീസ് ചെയ്യുന്നത് മാർച്ച് 8 അത് SS രാജമൗലിയുടെ മകനായ SS കാർത്തികേയ ആണ് ഇത് റിലീസ് ചെയ്യുന്നത്. പരമാവധി തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ശേഷം മാത്രമാണ് ഇത് OTT റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്.